അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് നമ്മളെ ടാങ്ക് ഭയങ്കര വൃത്തികേടായിക്കണ്, എൻ്റെ ടാങ്ക് ഒറ്റ മോശമാണ്, എന്താ ക്ലീൻ ചെയ്യില്ല, ഓസ്കാറിൻ്റെ വെള്ളം മാറ്റില്ല എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളം മാറ്റിയാണ്, ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ കുറച്ച് കാര്യം കൂടി കാണിക്കാനുണ്ട്. പിന്നെ കുറച്ച് പേര് വീഡിയോയിൽ ചോദിച്ച് എന്താണ് ഈ തെർമോക്കോള്, ഈ ബോക്സ്, നമ്മൾ ഒരുപാട് ബോക്സ് നമ്മൾ ബാക്കിലുണ്ട്, അത് എന്താണെന്ന് ചോദിച്ച്. അതൊക്കെ എന്താ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ആദ്യം സ്കിപ്പ് ചെയ്ത് വീഡിയോ മൊത്തമായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് വെള്ളം മാറ്റാം. ആദ്യം മീനിനെ കാണിക്കാം. കിടക്കുകയാണ്, പാവാണ്, ആൾക്ക് പ്രശ്നമില്ല കേട്ടോ, ആൾ ചുമ്മാ കിടക്കുക. ആൾ ഇത്ര വലിപ്പമായിട്ടോ, നല്ല വലിപ്പം വെച്ചു, ഇത്ര വലിപ്പത്തിൽ വാങ്ങിച്ചതാ. എന്തുവാടാ അനക്കല്ലേ? അനക്കണ്ട. നമുക്ക് ടാങ്ക് ഇല്ലേ, ആ തെർമോക്കോളിൻ്റെ ബോക്സ് എന്താണെന്ന് നമുക്ക് ഒന്ന് കാണിക്കാം. നമുക്കിത് മാത്രമല്ല ടാങ്കിലുണ്ട്, ഇത് നമ്മൾ കാണിച്ചില്ല, നമ്മൾ ഇതുവരെ ഇതെന്താണെന്ന് കാണിച്ചില്ല. ഇവിടെ ഒന്നുണ്ട്. ഇവിടെ നമ്മളൊരു കൂട്ടുകാരൻ, അവൻ്റെ വീട്ടിൽ ഉണ്ട്, നമ്മൾ അനിയൻ കേട്ടോ, അനിയൻ വളാഞ്ചേരിയിൽ നിന്ന്. അവൻ നോക്കാൻ പറ്റാനായിട്ട് നമുക്ക് തന്നതാണ് ഒരു റെഡ് സ്പോട്ട് കാറ്റ് ഫിഷ്. കാണിച്ചു തരാം കേട്ടോ, വലുതായി. അതും നമ്മളെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, എല്ലാവരും അത് കാണാൻ. കിട്ടിയിലാണ്, കിട്ടിയില്ല ഉണ്ട്, ഇതിലുണ്ട്, സാധനമുണ്ട്, കാണിക്കാം. ആള് കുറച്ച് ഡേഞ്ചർ ആണ്. ശരി, ചാടിയാ എന്താ? നമ്മളിത് ഗില്ല് മാറ്റിയപ്പോൾ ചാടി തോന്നിട്ടോ. നോക്കണത് അടി നോക്ക്. അയ്യോ, ഉണ്ട് ഉണ്ട് ഉണ്ട്, ആളുണ്ട്. ആള് കുറച്ച് ഡേഞ്ചർ ആണ്. കണ്ടോ ആളിതാക്കണം. ഇത് നമ്മൾ പെല്ലറ്റ് കൊടുക്കണോണ്ട് ഇത്രയും വെള്ളം മോശമാവണം കേട്ടോ. ആള് കണ്ട, ആള് കുറച്ച് ഡാമേജ് ആണ്. അവൻ കുത്തിക്കഴിഞ്ഞിട്ട് കയ്യാണ്ട് കടഞ്ഞിട്ടേ ഒരു രക്ഷ ഉണ്ടാവില്ല. അനുഭവമാണ്. അവൻ്റെ കൊമ്പുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല അവൻ ഭയങ്കര ഡേഞ്ചർ. ചാളിയാണ് അവൻ്റെ ആയുധം. ചാളി വെച്ചിട്ട് നമ്മളൊരു കുന്നളി ഇങ്ങോട്ട് പാടാ. ആ കണ്ടാ, റെഡ് സ്പോട്ടാട്ടാ. റെഡ് സ്പോട്ട് വന്ന എല്ലാവർക്കും മീനിൻ്റെ ആൾക്കാർക്ക് മനസ്സിലാകും. അവര് എന്ത് നമ്മളെ ആഫ്രിക്കൻ മൂവിൻ്റെ കാറ്റ് ഫിഷ് ഇല്ല, അതിൻ്റെ പോലെ തന്നെ, പക്ഷെ ഒരു ബ്ലാക്കും ഒരു റെഡ് കളറും ഉണ്ടാവും. ആൾ കിടിലാട്ടാ, ഒരു രക്ഷയില്ലേ. അപ്പോൾ നമുക്ക് ഇതും കൂടി മാറ്റണം. ഇത് കണ്ടില്ലേ, ഇത് പെല്ലറ്റ് ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും മോശമാണത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ക്ലീൻ ചെയ്യാം. കുറച്ച് ടാസ്ക്കാണ് ഇന്ന്. ക്ലീൻ ചെയ്യുന്നതിന് വീഡിയോ മൊത്തമായിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ ചെറുതായിട്ട് ഇന്ന് കാണിച്ചു തരാം. ഈ തെർമോക്കോളിൻ്റെ ഈ ബോക്സ് നമ്മളെ വാട്ടർ പ്രൂഫ് ഉണ്ടല്ലോ, ഇത് ലീക്ക് വരും. ഇങ്ങനത്തെ ബോക്സിൽ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ലീക്ക് വരും. അപ്പോൾ ഇതേപോലത്തെ ബോക്സ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ പെയിൻ്റ് ഉണ്ട്, ഒരു കോട്ടടിക്കും. അപ്പോൾ നല്ല ലീക്ക് ഉണ്ടാവില്ല. ഇതേപോലത്തെ ഒരുപാട് ബോക്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ബോക്സ് ഒന്ന് കാണാം നമുക്ക്. എന്തുവാടാ അങ്ങ് ചത്താ? ഒരു അനക്കില്ലടാ, എന്തുവാടാ? ആ ഓക്കെ, ഇല്ല പ്രശ്നമില്ല. ഇനി ഒരുപാട് പേര് നമ്മളെ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് മീനിനെ വളർത്താൻ തുടങ്ങിയതെന്ന്. അല്ല കേട്ടോ, നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല ഈ പണി. ഇത് കണ്ട, ഇത് നമ്മൾ ഈ ബോക്സ്, ഇതേപോലത്തെ ബോക്സിൽ നമ്മൾ പണ്ട് മീനിനെ വളർത്തിയിരുന്നത്. ഇത് കണ്ട, ഇതേപോലത്തെ അതിൽ തുടങ്ങിയിട്ടാണ് നമ്മൾ. ഇതിൽ ഫുള്ള് ഗപ്പി അങ്ങനത്തെ മീനുകളായിരുന്നു. പിന്നെ നമ്മൾ ഇതേപോലത്തെ ബോക്സ് കൊണ്ടുവന്ന്, ഈ ബോക്സ് ഒരുപാടുണ്ട്. ഇതന്നെ ഈ ബോക്സ് കൊണ്ടുവരും, ഇതിലിട്ടിരുന്നു. അത് മഴക്കാലമായതുകൊണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ പണിയും ബാക്കി തുടങ്ങാൻ പറ്റിയില്ല അങ്ങനെ. പക്ഷെ നമ്മൾ ഈ ഫീൽഡ് വിട്ടിട്ടില്ല, മീൻ തന്നെ നമ്മൾ മെയിൻ. അപ്പോൾ നമുക്ക് ആദ്യം ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ അതാണ് ആ തെർമോക്കോളിൻ്റെ കാര്യത്തിൽ നമുക്ക് ആൾക്കാരോട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററിലും കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യത്തെ മീനിൻ്റെ നമ്മൾ അരോണ ഉണ്ടായിരുന്ന ടാങ്കായിരുന്നു ഇത്. അരോണ ചത്തുപോയി. അപ്പോൾ ഇത് നമ്മൾ അന്ന് വെള്ളം ഒഴിവാക്കിയതാണ്. പിന്നെ എന്തായി വെച്ച് കഴിഞ്ഞാൽ കോഴിക്കളുണ്ട്, അവന്മാർ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് തെർമോക്കോൾ തിന്നും. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളൊരു കോഴിയുണ്ട്, പുള്ളിക്കോഴിട്ടാ, നമുക്ക് മുട്ടൊക്കെ അടയിരിക്കുകയാണ്. ഉള്ളിൽ അട ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആള് റെസ്റ്റിനാണ്. 10-12 കോഴിമുട്ട അടയിരിക്കേണ്ട ആള്. ആണ്ടാ
ആള് കാണണ്ട, ചെറുതായിട്ടേ കാണുള്ളൂ കേട്ടോ. അങ്ങനെ അതാണ് സംഭവം. അപ്പം നമ്മൾ ഇനി വെള്ളം മാറ്റും. എല്ലാ വീഡിയോ നമുക്ക് ഇതിൽ വെക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ മാറ്റിയിട്ട് മീനുകളെ സ്ഥിരമായിട്ട് അങ്ങോട്ട് മാറ്റി നമുക്ക് ഇടാം. അപ്പോൾ എല്ലാവരും പറയണേ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. മീനുകൾ നമ്മൾ തമാശയ്ക്ക് വളർത്തുന്നതല്ല, നമ്മൾ കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ. വിഷ നമ്മുടെ ഇവിടുത്തെ കിടിലാണ് കേട്ടോ. നമ്മളെ ഇവിടുത്തെ ചെക്കൻ. ആ, ഇതിനെ കൊണ്ടുവന്നത് പോലെ വിറ്റാട്ടാ. നമ്മൾ 10 രൂപയ്ക്ക് ചെറിയ കളർ കോഴിക്കുട്ടിനെ കൂടെ ചെറുത് 10 രൂപ, ഒന്നിന് 10 രൂപയ്ക്ക് കൊണ്ടുവന്നാട്ടാ. 10 എണ്ണം വാങ്ങിച്ചു. അതിൽ 10 എണ്ണത്തിൽ 1/40. ബാക്കിയും ചത്തു പോയിട്ടാ. പക്ഷെ അവ എങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സാഡ് ഇത് നോക്കു നീ. ഇത് കണ്ടോ, ഇന്നലെ കൂട്ടിൽ നമ്മളെ എന്താണ് അതിന് തീറ്റാൻ വേണ്ടി കൈയിട്ടതാ. ഏരപ്പനാണ് അവൻ, ഏരപ്പൻ. അല്ല ഇപ്പം തിന്നാൻ കൊടുത്താ നമ്മളെ കൊത്തുടാ. എന്ത് സ്വഭാവം എന്തോ അങ്ങനെ ഒരു സാധനം. ഈ പായൽ പോകുന്ന എനിക്ക് തോന്നില്ല. സോപ്പിടാൻ പറ്റട്ടോ, ഞാൻ സോപ്പിട്ടാന്ന് പോയില്ലേ. ഇതിനിടയ്ക്ക് ഒരു മീൻ നമ്മൾ കാണിച്ചില്ലട്ടാ. നമ്മളതിൽ 3 ഒരു സാധനമുണ്ട്, ഒരു ലെമൺ സാധനം ആ ടാങ്കിൽ. അത് നമ്മളിത് കഴിഞ്ഞിട്ട് അത് കാണിക്കാം കേട്ടാ. അത് സസ്പെൻസാണ്. അത് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല കാര്യം. എടുത്തിട്ട് മാറിക്കാം. യോ അത് നമുക്ക് ഇവിടുന്ന് കേൾക്കാം. വെളുക്കണ് കണ്ടാ കുട്ട. എന്നാ ഓക്കെ, അതാവും. ഇനി നമുക്ക് ഇതിന് മുകളിൽ കയറ്റിക്കാം. അങ്ങനെ എന്താ വെച്ചാൽ മീൻ നമുക്ക് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ പാവാണത്. ഒരുപാട് നേരം കഷ്ടപ്പെടും. അതിന് പിടിക്കുന്നത് കുറച്ച് ടാസ്ക് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ ഉണ്ടല്ലോ, കഴിഞ്ഞ വട്ടം ഒരു കുത്തി എൻ്റെ പൊന്നാരെ കിട്ടിയെല്ലാം കുത്താണ് അവൻ. നമ്മളെ ആഫ്രിക്കൻ മൂവിനെ പോലെയല്ല, അവൻ കുറച്ച് അപകടകാരിയാണ്. അവൻ നിന്നിരൂല. അങ്ങനെ ചെകളെ പിടിച്ച് ചേട്ടൻ പൊക്കിയപ്പോൾ അവൻ ആ കൊമ്പ് വെച്ച് എന്നെ പൊക്കിയത് കേട്ടാ. എന്താ അടിപൊളി. അപ്പോൾ അവൻ നമ്മൾ ഒരു ടാങ്കിലേക്ക് ആക്കി. ഇനി വെള്ളം ഫുള്ളാക്കണമെങ്കിൽ ബക്കറ്റിൽ കോരി വയ്ക്കണം. അപ്പം നമുക്ക് അവൻ ഇതിലേക്ക് മാറ്റാം. ആ, ഇതിനെക്കുറിച്ച് നമ്മൾ കാര്യം വിട്ടുപോയിട്ടാ. ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് വിളിച്ചിങ്ങാണ്ട് ഒരു കടയിൽ നമുക്ക് ഓർഡർ ആക്കിയതാണ്. നമ്മളോട് ഒരു രാഹുൽ എന്ന് പറയുന്നത് നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ആ ഒരു മീൻ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളത് പോയി എടുക്കുമെന്നൊക്കെ ചോദിച്ചു. ആ മീനാട്ടത് ഇത്ര വലുതായി. അത് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് അവനെ ഇതിലേക്ക് വിടാം. ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ. വെള്ളം മാറ്റില്ല എന്നുള്ള ആ പരിഭവം കൊണ്ട് പോയി കിട്ടിയില്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ട് നമ്മൾ അതേപോലെ ചെയ്യും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക. വെള്ളം നോക്കട്ടെ. ഇനി എന്താ അടുത്ത പണി? ഇതിന് വെള്ളം നിറച്ചിട്ട് വേണം. അതിൽ കൊണ്ടുപോയിക്കാം. എന്നിട്ട് പൈപ്പ് എത്തില്ല. ഇന്നലെ വെള്ളം കളിയാട്ടാ. അങ്ങനെ വെള്ളം കളിയാണ് ഇന്ന് ഫുള്ള്. ഇതിൻ്റെ കൂടെ നമ്മൾ പണ്ട്
അരോണ ഉണ്ടായിരുന്ന ഇത് നമ്മൾ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മീനിനെ കൊണ്ടുവരുമ്പോൾ നമുക്കിത് കമത്തി വെക്കാം. അടുത്ത മീനാന്ന് കമന്റ് ചെയ്യാൻ മതി. നമുക്ക് ഓ എന്തുവാടി അവള് കളി. അപ്പം ലാസ്റ്റ് ബക്കറ്റ് വെള്ളട്ടാ. അപ്പം അതങ്ങോട്ട് സെറ്റ്. അപ്പോൾ നമ്മൾ ക്യാറ്റ് ഫിഷും ഓസ്കാറിൻ്റെയും വെള്ളം നമ്മൾ മാറ്റി. ഇപ്പം പലപോലെ കാണില്ലേ. അപ്പം ആദ്യത്തെ എന്താണ് ഫോട്ടോയും വീഡിയോയും നോക്കിയാൽ മതി. ഇതെന്ത് ക്ലീൻ ചെയ്യുന്നത് പാട് വിട്ടത് ചെയ്യാം. അത് ഇപ്രാവശ്യം മഴ പെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രശ്നമില്ല. നമ്മൾ ആദ്യമേ ക്ലീൻ ചെയ്യുന്നതാ അങ്ങനെ. അപ്പം നമ്മൾ ഇല്ല ആ ടാങ്കിൻ്റെ കാര്യം അതിലുള്ള വലിയ കൊമ്പന്മാർ 3 കൊമ്പന്മാരുണ്ടായില്ല. ഇത്രയും വലിയ 3 കൊമ്പന്മാർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. എന്താ ഇപ്പോൾ ടൈമില്ല. അപ്പോൾ ഒരുപാടായി. ഇപ്പോൾ നമ്മൾ വെളിച്ചം മാറ്റി തുടങ്ങി. സമയം ഒരുപാടായി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അവനെ നമ്മൾ കാണിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക അതിൽ എന്താ ഉള്ളതെന്ന്. വലിയൊരു സാധനമാണ്. ആരൊക്കെങ്കിലും കറക്റ്റ് ഗസ്സിൽ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേകിച്ച് അവിടെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളെ കമൻറ്റ് വായിക്കും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിൻ്റെ വീഡിയോ ആയിട്ട് ബൈ.